രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനു മുൻപ് വന്ന പരാതി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു യുവതിയുടെ ഒരു പരാതി. ആ പരാതിയിലും സമാന സ്വഭാവമുള്ളതാണ്. അപ്പോൾ രാഹുൽ വിവാഹമോചനത്തിലായി നിൽക്കുന്ന അല്ലെങ്കിൽ ഭർത്താവുമായി ഏതെങ്കിലും തരത്തിൽ പ്രയാസമുള്ള സ്ത്രീകളെ കൃത്യമായി നോട്ടമിട്ട് തന്നെ രാഹുൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സമൂഹത്തിന് മാതൃകയാകേണ്ട, പുതുതലമുറക്ക് മാതൃകയാകേണ്ട ഒരു MLA ആ പദവി പോലും ദുരുപയോഗം ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്നതാണ്. മഹേഷ്, തീർച്ചയായും ആദ്യം ഈ വന്ന പരാതിയും ഇപ്പോൾ മൂന്നാമതായി വന്ന പരാതിയും തമ്മിൽ നിരവധി സമാനതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. രണ്ട് യുവതികളുടെയും ജീവിത പശ്ചാത്തലം സാമ്യമുള്ളതാണ്. അതായത് ഈ രണ്ട് പേരുടെയും വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. അത് താൻ പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുമായി അടുപ്പത്തിലാകുന്നത്. സാമൂഹ്യ മാധ്യമം വഴിയാണ് രണ്ട് യുവതികളുമായി പരിചയത്തിൽ ഉണ്ടാകുന്നതും. പിന്നീട് ഈ പ്രണയത്തിലാകുന്നു, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ ഗർഭിണിയാകണം എന്ന് ആവശ്യപ്പെടുന്നു. അതായത് ഗർഭിണിയായാൽ മാത്രമേ വീട്ടിൽ നിന്ന് വിവാഹത്തിന് അനുമതി ലഭിക്കൂ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഗർഭിണിയായാൽ പിന്നെ ഈ തൻ്റെ ഈ കരിയർ, രാഷ്ട്രീയ ജീവിതം, ഈ തനിക്ക് വലിയ ഈ ശോഭനമായ രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് പറഞ്ഞ് ഈ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കേസിൻ്റെയും സമാന സ്വഭാവം. ഈ കേസിൽ, മൂന്നാമത്തെ കേസിൽ, ഈ ഗർഭം അലസിപ്പിക്കാൻ പറഞ്ഞതിന് ശേഷം ഈ DNA ടെസ്റ്റിന് ഈ യുവതി തയ്യാറായി എന്നുള്ളതാണ്. അതായത് ഈ ഭ്രൂണം വെച്ചുകൊണ്ട് DNA പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇത് ആരുടെ കുഞ്ഞാണ് എന്ന് കൃത്യമായി മനസ്സിലാകും. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്തസാമ്പിളുകൾ കൂടി ആവശ്യമാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനോട് രക്തസാമ്പിളുകൾ നൽകാനായി ലാബിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോട് ഒരു തരത്തിലും പ്രതികരിച്ചില്ല, സഹകരിച്ചില്ല എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് നമുക്ക് ആദ്യ ഓഡിയോയിൽ കേൾക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ ഈ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അത് അച്ഛൻ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുക എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂടി, അതായത് ഈ തൻ്റെ കുഞ്ഞാണ് എന്ന് അത് DNA ടെസ്റ്റിലൂടെ ഈ പുറം ലോകം അറിയാതിരിക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ടെസ്റ്റുമായി സഹകരിച്ചില്ല, DNA പരിശോധനയുമായി സഹകരിച്ചില്ല എന്നുകൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. അങ്ങനെ നിരവധി സമാനതകൾ ആദ്യ കേസിലും രണ്ടാമത്തെ കേസിലുമുണ്ട്. ഈ സാമ്പത്തിക ഈ തിരിമറി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. ഇതിൽ ഈ ഗുരുതരമായ കാര്യങ്ങളാണ്. ക്രൂരമായ ബലാത്സംഗം നടന്നു, നിർബന്ധിതമായി ഗർഭചിത്രം നടത്തി, സാമ്പത്തിക ചൂഷണവും നടത്തി എന്നാണ് പറയുന്നത്. സാമ്പത്തിക ചൂഷണത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അതായത് ഈ പരിചയപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഈ യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റുകയോ ഇവരെ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദത്തിലാക്കിയോ പ്രണയം നടിച്ചോ സാമ്പത്തിക ചൂഷണം നടത്തിയോ, അങ്ങനെയാണെങ്കിൽ എത്ര പണമാണ് തട്ടിയെടുത്തത് എന്നെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. ഈ രാഹുൽ പരിചയപ്പെട്ടത് വിവാഹബന്ധവും നടത്താമെന്ന് പറഞ്ഞാണ് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ താനൊരു പൊതുപ്രവർത്തകനാണെന്നും പൊതുപ്രവർത്തകനായതിനാൽ എല്ലാവരും തന്നെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഈ തനിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ കഴിയില്ല, പകരം ഒരു ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് പറഞ്ഞ് രാഹുൽ ആദ്യം ഹോട്ടലിൽ മുറിയിലെത്തുന്നു. പിന്നീടാണ് ഈ യുവതി അങ്ങോട്ടെത്തുന്നത്. ആദ്യ കേസിലാണെങ്കിൽ ഈ യുവതിയും ഭർത്താവും, യുവതിയുടെ ഭർത്താവ് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത് ആ ഫ്ലാറ്റിൽ പോയി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത്. ഇനി രാഹുലിൻ്റെ മുൻപിൽ ഇപ്പോൾ ഉള്ളത് ഒരു അഭിഭാഷകനെ വിവരമറിയിക്കുകയും അഭിഭാഷകൻ മുഖേന കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഹേഷ്, സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുടെ വിശദാംശങ്ങൾ സാജിദ് അജ്മൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ പരാതിയേക്കാൾ ഗൗരവമേറിയ പരാതി, ഒപ്പം തന്നെ സാമ്പത്തിക ചൂഷണം കൂടി ഈ പുതിയ പരാതിയിൽ തെളിവുകൾ സഹിതം യുവതി നൽകിയിട്ടുണ്ട് എന്നുള്ളത്.